ഹായ് ഓൾ. SSC എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റീസണിങ്ങിൽ വാക്കുകളെ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കുന്നത് കാണാറുണ്ട്. നമുക്കൊന്നൊരു ക്വസ്റ്റൻ എടുത്തിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. റൈറ്റ്. സോ അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ദ ഡിക്ഷണറി ഓർഡർ. നമ്മുടെ കയ്യിൽ 5 വാക്കുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഇവരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യണം. റൈറ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൊത്തം വാക്കുകളെ ആദ്യമേ അറേഞ്ച് ചെയ്യരുത്. 1 or 2 ലെറ്റർ നോക്കിയാൽ തന്നെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷനിലൂടെ ആൻസറിലോട്ട് എത്താൻ സാധിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ വാക്ക് LIT ആണ്, രണ്ടാമത്തെ വാക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് LIT ആണ്, മൂന്നാമത്തെ വാക്ക് LIT ആണ്, അഞ്ചാമത്തെ വാക്കും LIT ആണ്. എന്നാൽ നാലാമത്തെ വാക്ക് മാത്രം എങ്ങനെയാ? LIS ആണ്. നമുക്കറിയാം S19 T 20 ആണ് എന്ന് പറയുമ്പോൾ നാലാമത്തെ വാക്കിൽ വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഒരു കാരണവശാലും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമ്മുടെ ആൻസർ ആവുന്നില്ല. ഇനി ഒന്നുകിൽ A ആവാം, അല്ലെങ്കിൽ B ആവാം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? അതിനായിട്ട് നമ്മൾ ഓപ്ഷൻ എയും എടുക്കുക, ബിയും എടുക്കുക. ഓപ്ഷൻ എയില് അവിടെ തന്നിരിക്കുന്നത് എന്താ? ഒന്നാമത്തെ വാക്ക് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ വാക്ക് വരുന്നത് എന്ന്. എന്നാൽ ഓപ്ഷൻ ബി എടുത്താലോ, മൂന്നാമത്തെ വാക്ക് കഴിഞ്ഞിട്ടാണ് ഒന്നാമത്തെ വാക്ക് വരുന്നത് എന്ന. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ വാക്ക് എടുക്കുക, മൂന്നാമത്തെ വാക്ക് എടുക്കുക, ഏതാണ് ആദ്യം വരിക എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ LIT ആണ്, മൂന്നാമത്തെ വാക്കും LIT ആണ്. നമ്മൾ ഓൾറെഡി നോക്കിയതാ. LIT കഴിഞ്ഞിട്ട് ഒന്നാമത്തെ വാക്ക് ഇയിലും അതുപോലെ മൂന്നാമത്തെ വാക്ക് എയിലുമാണ്. ആൻഡ് വി നോ A 1 E 5 ആണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വാക്ക് വേണം ആദ്യം വരാൻ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, നോട്ട് A. SSCയുടെ കലണ്ടർ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കൃത്യമായി പ്ലാനോട് കൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് CGL എക്സാം ആണോ, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യേണ്ടത് CHSL ആണോ, MTS ആണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ സൈലം ഇനി കൂടെയുണ്ട്. സോ ഡു ജോയിൻ വിത്ത് us.